മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം വീണ വിജയനിലേക്കും എത്തുന്നു. അന്വേഷണ മേൽനോട്ടം ഇ ഡി ചെന്നൈ റീജിയൻ ഏറ്റെടുത്തു. സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് നേതൃത്വം നൽകും. എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണവും മുന്നണികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇടതു മുന്നണിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. ഒപ്പം അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ KG ജയന് സംഗീത ലോകം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. സംസ്കാരം ഇന്ന് തൃപ്പൂണിത്തുറ ശ്മശാനത്തിലാണ് നടക്കുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, കൊച്ചി കേന്ദ്രീകരിച്ച് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഇ ഡിയുടെ അന്വേഷണത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് വീണ വിജയനും CMRലും ഒക്കെ എന്നുള്ളതാണ്. വീണ വിജയനിലേക്കും ഇ ഡി അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ തന്നെ ചെന്നൈ റീജിയൻ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ഇ ഡി ചെന്നൈ റീജിയനെ അന്വേഷണം മേൽനോട്ടം ഏറ്റെടുത്ത സാഹചര്യം എങ്ങനെ നോക്കിക്കാണാം? വീണ വിജയനിലേക്ക് സാമ്പത്തിക CMRൽ നിന്നും മറ്റും എത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇ ഡി ഊർജിതമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണ ചുമതല ഇ ഡിയുടെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുകയാണ്. അവരുടെ മേൽനോട്ടത്തിലാണ് തെളിവുകളെല്ലാം തന്നെ പരിശോധിക്കുന്നതും മറ്റു മൊഴിപ്പകർപ്പുകൾ പരിശോധിക്കുന്നതും എല്ലാം തന്നെ. ഇത് ചെന്നൈ റീജിയനിലെ ഡയറക്ടർ പ്രശാന്ത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ CMRലെ 3 ഉദ്യോഗസ്ഥരെ തിങ്കളാഴ്ച രാവിലെ മുതൽ ഇന്നലെ രാവിലെ വരെ 24 മണിക്കൂറിലധികം നേരം ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്നും നിർണായക വിവരങ്ങൾ ശേഖരിക്കാനും സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ ഇ ഡിയുടെ നിലപാട് CMRലിൻ്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യണമെന്നതാണ്. എന്നാൽ അദ്ദേഹം ഇന്നലെയും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആരോഗ്യ കാരണങ്ങളാൽ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതിൽ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നത് വേറെ നിർണായകമാണ്. എന്തു തന്നെയായാലും ഈ ഒരു വിഷയത്തിൽ ശശിധരൻ കർത്തയും ചോദ്യം ചെയ്ത് പറ്റൂ എന്ന നിലപാടിൽ തന്നെ ഇ ഡി ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അതും സാധ്യമാകും എന്ന് തന്നെ നമുക്ക് വിലയിരുത്തപ്പെടാം. ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായ വീണ വിജയനിലേക്ക് എത്തും എന്ന കാര്യത്തിലും ഉറപ്പാണ്. കാരണം കൃത്യമായ ഒരു സേവനവും നൽകാതെ എക്സാലോജിക് എന്ന വീണ വിജയൻ്റെ കമ്പനിയിലേക്ക് മാസപ്പടി ഇനത്തിൽ വലിയ തുക വന്നു എന്നത് തന്നെയാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സേവനം മറിച്ച് നൽകിയിരുന്നതായി തെളിയിക്കാൻ ഇതുവരെയും വീണ വിജയൻ സാധിച്ചിട്ടില്ല. അത് പൊതുസമൂഹത്തെ പോലും ബോധ്യപ്പെടുത്താൻ രാഷ്ട്രീയപരമായി CPMനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ സാധിക്കാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ സംശയത്തിൻ്റെ നിഴലിലാണ് മുഖ്യമന്ത്രിയും മകളും എല്ലാം തന്നെ. നമുക്കറിയാം, ഇത്തരത്തിൽ ഒരു പണം ലഭിക്കണമെങ്കിൽ അത് തിരിച്ച് അതിന് സമാനമായ രീതിയിലുള്ള ഒരു സഹായം, നിയമം മറികടന്നുകൊണ്ടുള്ള സഹായം CMRലിനും മറ്റും കിട്ടുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ പണം നൽകുന്നതെന്ന് തന്നെയാണ് പൊതുസമൂഹവും വിശ്വസിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് തോട്ടപ്പള്ളിയിൽ നടക്കുന്ന കരിമണൽ ഖനനവും ആ മണൽ KMML വഴി നേരെ CMRലേക്ക് ശശിധരൻ കർത്തയുടെ കരിമണൽ കമ്പനിയിലേക്ക് എത്തുന്നു എന്നതുമുള്ള സാഹചര്യം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇ ഡിയുടെ ഈ അന്വേഷണം എത്തിച്ചേരുക വീണ വിജയനിലേക്ക് തന്നെയാണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ലക്ഷ്മി.